കാസർകോട്ടെ സ്കൂളുകളിൽ നടന്ന ക്വിസ് മത്സരത്തിൽ വി.ഡി. സവർക്കറെ പുകഴ്ത്തിയുള്ള ചോദ്യോത്തരം ഉൾപ്പെട്ടതിൽ വിവാദം തുടരുകയാണ്. കാസർകോട്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിലേക്ക് നൽകിയ ചോദ്യാവലിയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. നമുക്കത് സ്ക്രീനിൽ കാണാം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണെന്ന ചോദ്യത്തിന് വി.ഡി. സവർക്കർ എന്നായിരുന്നു ഉത്തരം. വി.എസ്. രഞ്ജിത്താണ് ചേരുന്നത്. രഞ്ജിത്ത്, ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ചോദ്യോത്തരം എന്ന നിലയിൽ കാണാം. ഒപ്പം വി.ഡി. സവർക്കർ എന്നും വിവാദ വിഷയമായിട്ടുള്ള ഒരാളാണ്. ഇതിലിപ്പോൾ എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങളായി വന്നത്? ഒരു ചോദ്യമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരാണെന്ന ചോദ്യത്തിന്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലൊക്കെ സവർക്കറെ പ്രതിഷ്ഠിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്, അല്ലേ? വിനീത, ഈ ചോദ്യത്തിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു കൃത്യമായ സാമൂഹ്യശാസ്ത്ര ക്വിസ് കോമ്പറ്റീഷനുകളിൽ പ്രശ്നോത്തരികളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ തന്നെ തർക്കമുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്നത് എന്ന കാര്യത്തിൽ തന്നെ തർക്കമുണ്ട്. അതിനൊരു ഉത്തരമായി വി.ഡി. സവർക്കർ എന്ന് പറയാൻ സാധിക്കാത്ത വിധത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ തന്നെ അതിൽ തർക്കമുണ്ട്. അത്തരം തർക്കമുള്ളൊരു വിഷയത്തിൽ അതൊരു ചോദ്യമായി ഉന്നയിക്കണമെങ്കിൽ വളരെ കൃത്യമായി വി.ഡി. സവർക്കർ എത്ര വർഷം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ 13 വർഷം എന്ന് പറയാം. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആര് എന്ന ചോദ്യത്തിന് വി.ഡി. സവർക്കർ എന്ന് ഉത്തരം വെക്കണമെങ്കിൽ അത് വളരെ കൃത്യമായി ഒബ്ജക്റ്റീവായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല. അപ്പോൾ കൃത്യമായ ഒരു അജണ്ടയിലൂടെ വീര സവർക്കറുടെ അല്ലെങ്കിൽ വി.ഡി. സവർക്കറുടെ പേര് ആ ചോദ്യ പേപ്പറിൽ ഉത്തരമായി വരണം എന്ന് താല്പര്യമുള്ള ആരോ കൂട്ടിച്ചേർത്ത് വെച്ച ഒരു ചോദ്യമാണ് അത്. ആ ചോദ്യത്തിന് പിന്നിൽ അജണ്ടയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഒഡീഷക്കാരനായിട്ടുള്ള വീർ സുരേന്ദ്ര സായിയുടെ പേരൊക്കെ 36 വർഷം ബ്രിട്ടീഷ് ജയിലിൽ കടന്നതായിട്ട് കണക്കാക്കപ്പെടുന്നു. ആൻഡമാൻ ജയിലിൽ 1911 മുതൽ 13 വർഷമാണ് വി.ഡി. സവർക്കർ കടന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തീയതികളിലും വർഷങ്ങളിലുമൊക്കെ തർക്കം നിലനിൽക്കുന്ന ഒരു ചോദ്യം ഈ ചോദ്യ പേപ്പറിൽ കൊണ്ടുവന്ന് ഇട്ട് അതിന്റെ ഉത്തരം വി.ഡി. സവർക്കർ ആണ് എന്ന് വിദ്യാർത്ഥികളിൽ ഒരു ബോധം സൃഷ്ടിക്കണമെങ്കിൽ അത് വി.ഡി. സവർക്കർ ഉദ്ദേശിച്ച തരത്തിൽ, വി.ഡി. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിലും സ്വാതന്ത്ര്യത്തിലൂടെ അദ്ദേഹം നേടാൻ ആഗ്രഹിച്ച രാജ്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശയത്തിലേക്കാണ് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം തർക്കമുള്ള RSSന്റെ സൈദ്ധാന്തികമായ RSSനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്ര സങ്കല്പമുള്ള വ്യക്തി എന്നൊക്കെ വി.ഡി. സവർക്കർക്കെതിരെ വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ സവർക്കർക്ക് ഒരു ബഹുമതി കൊടുക്കുന്ന തരത്തിലൊരു ചോദ്യം ആ ചോദ്യ പേപ്പറിൽ വന്നത് അതൊരു അജണ്ടയായി തന്നെ വേണമെന്ന് മനസ്സിലാക്കാൻ സോഷ്യൽ സയൻസ് അധ്യാപകരാണ് ആ ചോദ്യ പേപ്പർ തയ്യാറാക്കിയത്. അപ്പോൾ സോഷ്യൽ സയൻസ് അധ്യാപകർ അവിടുത്തെ ഉപജില്ലയിലെ 3 ഉപജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ആ അധ്യാപകരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ആ കൂട്ടത്തിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബോധപൂർവമായി അത്തരം ഒരു ചോദ്യം തിരികെ കയറ്റിയതാണെന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.